ഇന്ന് ഞങ്ങൾ കനകക്കുന്നിൽ ഫ്ലവർ ഷോ കാണാൻ പോയായിരുന്നേ. അപ്പോൾ അവിടെ കണ്ട കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ആദ്യം ഞങ്ങൾ കയറിയപ്പോഴത്തേക്ക് ഞങ്ങൾ വിചാരിച്ച് ഫ്ലവർ ഷോ എന്ന് പറഞ്ഞിട്ട് ഈ തുണിയും അതും ഇതൊക്കെ എല്ലാം വെച്ചിട്ട് ലൈറ്റ് ചുമ്മാ കാണിക്കുന്നതാണോ എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പിന്നെ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് സിൻഡ്രലായോ അങ്ങനെയൊക്കെ നിൽക്കുന്നത്. പിന്നെ ഒരു കൂടാരം കണ്ടായിരുന്നു. പിന്നെ ഒരു സ്നോമാന് ഇങ്ങനെ ലൈറ്റ് വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടായിരുന്നു. പിന്നെ കുറേ ബിയേഴ്സും ചെടിയും മറ്റേ ധ്രുവക്കരടികളും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ഉണ്ടായിരുന്നു. അത് കണക്ക് തന്നെ കുറേ മാനുകളെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവർ. അപ്പം ഞങ്ങൾ വിചാരിച്ച് ഫ്ലവർ ഷോ എന്ന് പറഞ്ഞിട്ട് ഫ്ലവർ എവിടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ നടന്നു പോയപ്പോഴത്തേക്ക് ഒരു പാമ്പ്, ആ പാമ്പിൻ്റെ വായിലോട്ടാണ് ഞങ്ങളിതിന് പാത്തങ്ങ് എൻ്ററായി പോയത്. അങ്ങനെ ഞങ്ങൾ പാമ്പിൻ്റെ വായിലെന്നും പറഞ്ഞ് ഇങ്ങനെ കയറിപ്പോയി. അവസാനം പോയി പാമ്പിൻ്റെ വായിക്കകത്തായി ഗൈസ്. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് ഞങ്ങൾ പാമ്പിൻ്റെ വയറ്റിലെത്തി. ഇനിയിപ്പം എവിടെ പോകുമെന്ന് എനിക്കറിയത്തില്ല, വേറെ എവിടെയെങ്കിലും പോകുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും പാമ്പിൻ്റെ വയറ്റിലെത്തി. അങ്ങനെ ഞങ്ങളിങ്ങനെ പോവുകയാണ്. അപ്പോഴത്തേക്ക് എന്തോ സൈഡ് വഴി ഇങ്ങോട്ട് പോകാനായിട്ട് വേറൊരു പാത്തുണ്ട്. ആ പാമ്പിൻ്റെ എൻഡ് ഞാൻ കാണിച്ചിട്ടില്ല. പിന്നെ ഒരു എയറിലൊരു ഹാർട്ട് ഷേപ്പ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഡിനോസർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ക്രിസ്മസ് കാലത്തിൽ ഡിനോസറിൻ്റെ ഒരു ഇതെന്താണെന്ന് മനസ്സിലായില്ല, പക്ഷെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അതേപോലെ തന്നെ പിന്നെ അവർ കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ എഴുതി അങ്ങനെ ഒരു ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ 2025 എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു, നല്ല വൈബായിരുന്നു. അവിടെ മൊത്തം അടിപൊളിയായിരുന്നു എന്ന് വെച്ചാൽ സെറ്റായിരുന്നു ഗൈസ്. ദിനോസറിൻ്റെ മറ്റേ സൈഡ് വ്യൂ കാണാനായിട്ട് സെറ്റായിരുന്നു കേട്ടോ. ആ വ്യൂ ആയിരുന്നു സൂപ്പർ. ഞാൻ പറഞ്ഞില്ലേ ഹാപ്പി ന്യൂ ഇയർ എന്ന് എഴുതിയിരിക്കുന്നത്, ഇതാണത്. ഹാപ്പി ന്യൂ ഇയർ എന്ന് എഴുതിയിട്ട് അപ്പുറത്തെ സൈഡിലോട്ട് 2025 എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ അവർ അവിടെ പുൽക്കൂടും പുൽക്കൂടിൽ പുല്ലില്ല, പക്ഷേ കാലിത്തൊഴുത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പുല്ലില്ലാത്ത കാലിത്തൊഴുത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റായിരുന്നു. ഫ്ലവർ ഷോയിലെ ഫ്ലവർ എത്തി. എല്ലാ ഫ്ലവേഴ്സും എടുക്കാനായിട്ട് സാധിച്ചില്ല. ഇങ്ങനെ കിട്ടിയ ഫ്ലവേഴ്സ് എല്ലാം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഞാനും ഹസ്ബൻഡും പോയത്. അങ്ങനെ അവിടെ എല്ലാവരും നമ്മളെയും കണ്ടു. ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് എടുക്കുന്ന ആ ഫോണിൻ്റെ നല്ല ക്ലാരിറ്റി ആയതുകൊണ്ട് അത്യാവശ്യം ഞാൻ അതിൽ നമ്മുടെ കുറച്ച് കാര്യങ്ങൾ അടിച്ചു മാറ്റി, അതായത് കുറച്ച് ഷോർട്ട്സ് അടിച്ചു മാറ്റി. തന്നില്ല ചോദിച്ചിട്ട്. പിന്നെ ഉള്ള വെട്ടത്തിൻ്റെ വെളിച്ചത്തിലും കാര്യങ്ങളും ഞങ്ങൾ കുറച്ചൊക്കെ എടുത്ത്. പിന്നെ കൊള്ളായിരുന്നു. നിങ്ങളുടെ പോകണം, 2-ാം തീയതി വരെയുണ്ട്. ട്രിവാൻഡ്രത്ത് പോയി നോക്കണം. ഇതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കൂടെ കാണുന്നത് മാത്രമല്ല, നേരിട്ട് കാണാനായിട്ട് അതേപോലെ വൈബാണ്. ഇങ്ങനെ നടക്കാനായിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വൈബാണ്.